അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, സമാനതകളില്ലാത്ത അനുഗ്രഹങ്ങളുടെ ലോകമാണ് മരണാനന്തരം ഇൻഷാ അല്ലാഹ് വിശ്വാസികളെ കാത്തിരിക്കുന്നത്. ഈ ദുനിയാവിൽ മനുഷ്യരിൽ പലരും വലുതായി കാണുന്ന മഹത്വത്തിൻ്റെ മാനദണ്ഡങ്ങളൊന്നുമല്ല അവിടെ റഹ്മാനായ റബ്ബ് പരിഗണിക്കുന്നത്. അവിടെ ആദരിക്കപ്പെടുന്നവർ സത്യവിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് തഖ്വയിൽ മുന്നേറിയവരായിരിക്കും. ഈ ദുനിയാവിൻ്റെ അവസരങ്ങളിൽ ദീനിൻ്റെ കാര്യത്തിൽ നാം എടുക്കുന്ന നിലപാടുകൾ, പ്രമാണങ്ങളെ സ്വീകരിക്കുന്നിടത്ത് നമ്മുടെ രീതിശാസ്ത്രം, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഉൾക്കൊണ്ട വിശ്വാസത്തിലും പിന്തുടരുന്ന മതാചാരങ്ങളിലും പിൽക്കാലഘട്ടത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട വല്ല കലർപ്പുകളുമുണ്ടോ എന്ന് ആവർത്തിച്ചൊരു പരിശോധന നമ്മൾ നടത്തിയിട്ടില്ല എങ്കിൽ, അതിനെയൊന്നും വലിയ കാര്യമായി പരിഗണിച്ചിട്ടില്ലെങ്കിൽ, വിശാലമായ മഹ്ശറിൽ ജനങ്ങളെല്ലാം കഠിനമായ പ്രയാസമനുഭവിക്കുന്ന സമയത്ത് നമുക്ക് നേരിട്ട് കാണാനാവുന്ന നമ്മുടെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു വലിയ ആശ്വാസമെന്നോണം വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഹൗലുൽ കൗസറിൻ്റെ പാനീയം പോലും നമുക്ക് നിഷേധിക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാനാണ് ഹൗലിൻ്റെ അടുക്കൽ ആദ്യമായി കൊണ്ടുവരുന്നത്. ആരെങ്കിലും എൻ്റെ അരികിലൂടെ കടന്നുപോയാൽ ഞാൻ അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നതാണ്. വമൻ ശരിബലം യളുമ് അബദ, ആരെങ്കിലും അതിൽ നിന്ന് കുടിക്കുകയാണെങ്കിൽ അവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലയരിദന്ന അലയ്യ അഖ്വാമുൻ ആരിഫുഹും വയരിഫൂനി, അങ്ങനെ എൻ്റെ അടുക്കൽ ഒരു വിഭാഗം ആളുകൾ വരും, അവരെന്നെ അറിയും, ഞാൻ അവരെയും അറിയുന്നതാണ്. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? അവർക്ക് ഈ ഹൗലിൻ്റെ പാനീയം കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയുമോ? ഒരിക്കലും കഴിയൂല. സുമ്മ യുഹാലു ബൈനി വ ബൈനഹും, പിന്നീട് എനിക്കും അവർക്കുമിടയിൽ ഒരു വലിയ മറയിടപ്പെടുകയാണ്. ഫഅഖൂലു, ഞാൻ ചോദിക്കും, ഇന്നഹും മിന്നി, അവർ എന്നിൽപ്പെട്ടവരാണല്ലോ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കപ്പെടുന്ന മറുപടി, ഫയുഖാലു ഇന്നക ലാ തദ്രി മാ അഹദസു ബഅദക, പ്രവാചകരെ, താങ്കൾക്കറിയില്ല താങ്കളുടെ കാലശേഷം എന്താണ് മതത്തിൽ പുതുതായി അവർ ഉണ്ടാക്കിയതെന്ന് നിനക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ശരിയായിട്ടുള്ള സത്യവിശ്വാസം, കലർപ്പില്ലാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആദർശം, പ്രമാണങ്ങളോട് യോജിച്ചു നിൽക്കുന്ന സൽക്കർമ്മങ്ങൾ, അതൊക്കെ പ്രവാചകൻ നമുക്ക് വിട്ടേച്ചു പോയി. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ ഇതിൽ നിന്നെല്ലാം വിഭിന്നമായ വിശ്വാസങ്ങളെയും മതാചാരങ്ങളെയുമെല്ലാം ദീനിൽ കൂട്ടിക്കൊണ്ടുവന്ന് അതിനെയൊക്കെ വികൃതമാക്കിയ ആളുകളാണവർ. ഫഅഖൂലു, ഇത് കേൾക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറയുന്നത്? സുഹഖൻ സുഹഖ ലിമൻ അയ്യറ ബാരി, എനിക്ക് ശേഷം മതത്തിൽ മാറ്റം വരുത്തിയവർ എന്നിൽ നിന്ന് ദൂരെ പോകട്ടെ എന്ന് ഞാൻ അവരെ മാറ്റി നിർത്തപ്പെട്ടതിൽ നിന്ന്, അവരെന്നിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടതിൽ വീണ്ടും ഞാനും അങ്ങനെ പ്രതികരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ദീന് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു, അതിൻ്റെ നമ്മൾ സ്വീകരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി പ്രമാണങ്ങളിലുള്ളതാണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതാണോ എന്ന നിരന്തര പരിശോധനയും പഠനവും നമുക്ക് അനിവാര്യമാണ്. അതുമാത്രമാണ് നമുക്ക് പരലോകത്ത് നമ്മൾ വിജയത്തിലെത്തിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബത്തൊക്കെ ഉൾക്കൊണ്ടതുപോലെ ദീനിനെ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.